ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിലെ 20 ചോദ്യോത്തരങ്ങളാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന എല്ലാവരും ഈ വീഡിയോ കേട്ട് പഠിക്കുന്നതോടൊപ്പം ഇത് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സഭാപ്രസംഗകൻ ഏത് ഹീബ്രു പദത്തിൻ്റെ തർജ്ജിമയാണ്? ഓപ്ഷൻസ്: എ മഹേലത്ത്, ബി അഹേലത്ത്, സി കൊഹേലത്ത്. ഉത്തരം സി കൊഹേലത്ത്. 2. ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിലെ രാജാവും ആയിരുന്നത് ആര്? ഓപ്ഷൻസ്: എ സോളമൻ, ബി സഭാപ്രസംഗകൻ, സി സാമുവൽ. ഉത്തരം ബി സഭാപ്രസംഗകൻ. 3. സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥം എന്ന് രചിച്ചതായാണ് പൊതുവായ അഭിപ്രായം? ഓപ്ഷൻസ്: എ BC 2-ാം നൂറ്റാണ്ടിൽ, ഓപ്ഷൻ ബി BC 3-ാം നൂറ്റാണ്ടിൽ, ഓപ്ഷൻ സി BC 4-ാം നൂറ്റാണ്ടിൽ. ഉത്തരം ബി BC 3-ാം നൂറ്റാണ്ടിൽ. 3. സൂര്യന് താഴെ മനുഷ്യന് ഡാഷ് കൊണ്ട് എന്തു ഫലം? ഓപ്ഷൻസ്: എ അറിവ്, ബി അധ്വാനം, സി സമ്പത്ത്. ഉത്തരം ബി അധ്വാനം. 4. ഡാഷ് വരുന്നു പോകുന്നു, ഭൂമിയാകെ എന്നേക്കും നിലനിൽക്കുന്നു. ഓപ്ഷൻസ്: എ പിൻതലമുറ, ബി തലമുറകൾ, സി പിൻഗാമികൾ. ഉത്തരം ബി തലമുറകൾ. 5. എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ ഭൂമി, ബി സ്വർഗം, സി ആകാശം. ഉത്തരം എ ഭൂമി. 6. സൂര്യൻ ഉദിക്കുന്നു ഡാഷ്, ഉദിച്ചിടത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നു. ഓപ്ഷൻസ്: എ പ്രകാശിക്കുന്നു, ബി വെളിച്ചം നൽകുന്നു, സി അസ്തമിക്കുന്നു. ഉത്തരം സി അസ്തമിക്കുന്നു. 7. ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ സൂര്യൻ, ബി കാറ്റ്, സി ഭൂമി. ഉത്തരം ബി കാറ്റ്. 8-ാമത്തെ ചോദ്യം, നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രം നിറയുന്നില്ല. ഡാഷിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നു. ഓപ്ഷൻസ്: എ സമുദ്രത്തിലേക്ക്, ബി ഉറവിടത്തിലേക്ക്, സി ഉത്ഭവസ്ഥാനത്തേക്ക്. ഉത്തരം ബി ഉറവിടത്തിലേക്ക്. 9. സകലവും മനുഷ്യനും ഡാഷ്, അത് വിവരിക്കുക, മനുഷ്യന് അസാധ്യം. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ മിഥ്യ, ബി ദുഃഖപൂർണം, സി ക്ലേശഭോയിഷ്ടം. ഉത്തരം സി ക്ലേശഭോയിഷ്ടം. 10. ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാകുന്നു, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു. ഡാഷ് പുതുതായി ഒന്നുമില്ല. ഓപ്ഷൻസ്: എ സൂര്യന് കീഴെ, ബി ഭൂമിയിൽ, സി സൂര്യന് താഴെ. ഉത്തരം എ സൂര്യന് കീഴെ. 11. ഡാഷ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ സൂര്യന് കീഴെ, ബി ഭൂമിയിൽ, സി ആകാശത്തിന് കീഴ്. ഉത്തരം സി ആകാശത്തിന് കീഴ്. 12. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എങ്ങനെ ചെയ്യാൻ എത്ര ക്ലേശകരമാണെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ സന്തോഷത്തോടെ, ബി വ്യഗ്രതയോടെ, സി ക്ലേശഭോയിഷ്ടം. ഉത്തരം ബി വ്യഗ്രതയോടെ. 13. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ മിഥ്യയും പാഴ്വേലയും, ബി ക്ലേശഭോയിഷ്ടവും മിഥ്യയുമാണ്, സി സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ്. ഉത്തരം എ മിഥ്യയും പാഴ്വേലയുമാണ്. 14. എന്താണ് ആർക്കും കഴിയുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ വളഞ്ഞത് നേരെയാക്കാൻ, ബി വളഞ്ഞത് നിവർത്താൻ, സി ഇല്ലാത്തത് എണ്ണാൻ. ഉത്തരം എ വളഞ്ഞത് നേരെയാക്കാൻ. 15. എന്താണ് അസാധ്യമായിട്ടുള്ളത്? ഓപ്ഷൻസ്: എ വളഞ്ഞത് നേരെയാക്കാൻ, ബി ജ്ഞാനം സമ്പാദിക്കുക, സി ഇല്ലാത്തത് എണ്ണുക. ഉത്തരം സി ഇല്ലാത്തത് എണ്ണുക. 16. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയേക്കാൾ അധികം എന്തു സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ സമ്പത്ത്, ബി അറിവ്, സി ജ്ഞാനം. ഉത്തരം സി ജ്ഞാനം.
17. എന്തിൻ്റെയൊക്കെ യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്നാണ് ഞാൻ, അതായത് സഭാപ്രസംഗകൻ, വിചാരിച്ചത്? ഓപ്ഷൻസ്: എ അറിവിൻ്റെയും സമ്പത്തിൻ്റെയും, ബി ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും, സി സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും. ഉത്തരം ബി ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. 18-ാമത്തെ ചോദ്യം: ജ്ഞാനത്തെയും ഡാഷ് ഉന്മത്തതയെയും ഡാഷ് വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ അറിവിനെയും ഭോഷത്വത്തെയും, ബി ബുദ്ധിയെയും വിഡ്ഢിത്തത്തെയും, സി വിവേകത്തെയും സമ്പത്തിനെയും. ഉത്തരം എ അറിവിനെയും ഭോഷത്വത്തെയും. അതായത് ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഞാൻ ഉദ്യമിച്ചു. അടുത്ത 19-ാമത്തെ ചോദ്യം: ജ്ഞാനമേറുമ്പോൾ ഡാഷ് ഏറുന്നു. ഓപ്ഷൻസ്: എ ബുദ്ധി, ബി അറിവ്, സി ദുഃഖം. ഉത്തരം സി ദുഃഖം. 20 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 20-ാമത്തെ ചോദ്യം: അറിവ് വർദ്ധിക്കുമ്പോൾ ഡാഷ് വർദ്ധിക്കുന്നു. ഓപ്ഷൻസ്: എ വ്യസനം, ബി സമ്പത്ത്, സി ജ്ഞാനം. ഉത്തരം എ വ്യസനം. എല്ലാവരും നന്നായി പഠിച്ചൊരുങ്ങുക. താങ്ക് യു.